ഞാൻ മോഹനകുമാർ, കൊട്ടാരക്കര അച്ഛൻ്റെ 4ാമത്തെ മകൾ ശോഭയെ കല്യാണം കഴിച്ച ആളാണ്. ഞാൻ കൊട്ടാരക്കര അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ഈ തൊട്ടുകൊണ്ട് നിൽക്കുന്ന വള്ളമില്ലേ, അതാണല്ലോ അദ്ദേഹത്തിനെ ഏറ്റവും വലിയ കഥാപാത്രമാക്കിയ ഒരു സംഗതി. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, ചെമ്മീനിലെ ചമ്പൻകുഞ്ഞ്. ശരിക്കും ഒരു ഓസ്കാർ അവാർഡൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ കാലത്താണ് ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച് പോകാറുണ്ട്. പിന്നെ കൊട്ടാരക്കര അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് തങ്ങിയിരിക്കുന്നു. അദ്ദേഹം പല നടന്മാരും ജീവിച്ചിട്ടിപ്പോൾ ഉണ്ടായിരുന്നു, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊട്ടാരക്കര അച്ഛനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരാണ് പറയുന്നത്. അതൊരു വളരെ ശക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഏത് കഥാപാത്രം എടുത്താലും അതിനോടൊരു അമിതമായ ഒരു ഇൻവോൾവ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഞാനൊരു സാധാരണ പ്രേക്ഷകനായി നോക്കുമ്പോൾ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നാടകത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും ഉയർച്ചയെന്ന് പറയുന്നത് നാടകത്തിൽ കൂടാണ്. വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ പ്രഹസനമെന്ന് പറയുന്ന വേലുത്തമ്പി ദളവായുടെ പ്രഹസനം എൻ്റെ അടുക്കെ പറഞ്ഞിട്ടുണ്ട്. വേലുത്തമ്പി ദളവായുടെ പ്രഹസനം അവിടുത്തെ ഒരു വലിയ തറവാട്ടിൽ വന്ന് കളിക്കുമ്പോൾ അത് കണ്ടിട്ട് ആ കഥാപാത്രത്തോട് എന്തോ അമിതമായ ഒരു ആത്മാവേശം തോന്നിയിട്ട് വളരെ കൊച്ചിലെ ചടയങ്കാവെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള കാവിൽ ഈ കവുങ്ങിൻ്റെ പാളയും തൊപ്പിയും ഈ തെങ്ങിൻ്റെ മടൽ വാളുമൊക്കെ ആയിട്ട് പ്ലാവിൻ്റെ ഇല കെട്ടുമൊക്കെ ആയിട്ട് അദ്ദേഹം വേഷം കെട്ടി വേലുത്തമ്പിയായിട്ട് അഭിനയിച്ച കൂട്ടുകാരുമൊക്കെ വിളിച്ച് അഭിനയിച്ച ഒരു ചരിത്രം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തോടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ്, ഏത് കഥാപാത്രം എടുത്താലും അതിനോടുള്ള ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിന് 100% എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്തരം ഒരു നടനോടുള്ള ഒരു ബഹുമാനമാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളത്. ദുഷ്യന്താ നീ വാ, സ്ഥലം വെള്ളം. ഈ ദുഷ്യന്തനല്ലേ ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് ഒരു 10-30 വർഷമായിരിക്കും. നീ വാ, ഇവിടെ ഇരിക്കും. ഞാൻ 2 വാക്ക് ചോദിച്ചാൽ ദുഷ്യന്തൻ പറയില്ലേ? എത്ര വർഷമായി സിനിമയിൽ വന്നിട്ട്? 29 വർഷം. എന്നെ കണ്ടിട്ട് എത്ര വർഷമായി? എത്ര വർഷം കൊണ്ട് തുടങ്ങി? 29 വർഷം കൊണ്ട് കാണുന്നുണ്ട്. അതിന് മുമ്പ് ചേച്ചിയുണ്ട്. 29 വർഷം കൊണ്ട് ഞാനും കാണുകയാണ്. മദ്രാസിലല്ലായിരുന്നു ആദ്യം എല്ലാ സിനിമയും? അപ്പോൾ ദുഷ്യന്ത മദ്രാസിലായിരുന്നില്ലേ? അല്ലേ? എങ്ങനെയുണ്ട് അവിടെ? ഇൻഡോറിൽ വർക്ക് ചെയ്തും ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ പടവും ഔട്ട്ഡോർ അല്ലേ? അപ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അപ്പോഴും സിനിമ എല്ലാം നമ്മൾ ഫ്ലോറിനുള്ളിലായിരുന്നു. വേറെ ആരും പുറമേയുള്ളവർ കാണാനില്ല.
ഇപ്പോൾ പുറത്തുള്ളവരെല്ലാവരും കണ്ട് സിനിമയെ കുറിച്ചുള്ള ടെക്നിക്കൽ എല്ലാവരും മനസ്സിലാക്കി. എല്ലാ ഡീറ്റെയിൽസും അവർക്ക് അറിയാം അല്ലേ? ഇത് ഡ്യൂപ്പാണ്, മറ്റേതാണ്, അതാണ്, ഇതാണ്, എല്ലാം അവർക്കറിയാം. നമ്മളെയും കാട്ടി അവർക്കറിയാം. ദുഷ്യന്തൻ എന്ത് ഫീൽ ചെയ്യുന്നു? ഇൻഡോറിൽ വർക്ക് ചെയ്യുന്നതാണോ? ഇൻഡോറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചേച്ചി ഇപ്പോൾ ആർട്ടിസ്റ്റിന് കുറച്ച് വിലയുണ്ടായിരുന്നു. മറ്റ് ആർട്ടിസ്റ്റിന് മറ്റുള്ളവർ കാണണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഔട്ട്ഡോറിൽ വന്നപ്പോൾ എല്ലാവരുടെയും ഇടയിൽ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആർട്ടിസ്റ്റിന് ഒരു വിലയില്ലാണ്ടായി, സിനിമയ്ക്ക് ഒരു വിലയില്ലാതായി. അങ്ങനെ അപ്പോൾ കുറച്ചൊരു ഒളിവും മറവും ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് എല്ലാം അതിൻ്റെ അകത്തായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാം പബ്ലിക്കായി. ഇപ്പോൾ ജനങ്ങളെല്ലാം കാണുകയല്ലേ. ഇപ്പോൾ ഡൂപ്പ് നമ്മളിപ്പോൾ ഒരു മോഹൻലാൽ പിന്നെ ചാടുന്നു എന്ന് ഡൂപ്പ് വന്ന് റെഡി. അതെ, മോളിൽ നിന്ന് ഡ്യൂപ്പ് ചാടുമ്പോഴത്തേക്ക് മോഹൻലാൽ അല്ല എന്നുള്ളത് അറിയുന്നു. അത് ജനങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ കംപ്ലീറ്റ് മനസ്സിലാക്കി. മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് MGRന്റെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അയാളെ വെളിയിൽ കാണിക്കില്ല. മേക്കപ്പ് ഇട്ട് ഫ്ലോറിനുള്ളിലേ വരില്ല, മേക്കപ്പ് റൂമിൽ ഇട്ടിരിക്കും. റെഡി ആകുമ്പോഴത്തേക്ക് മാത്രമേ. എത്ര ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കും ദുഷ്യന്തൻ? അത് പറയാൻ പറ്റില്ല ചേച്ചി. ഞാൻ എല്ലാ പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തിരിക്കില്ലേ? മലയാളത്തിൽ വർക്ക് ചെയ്യാത്ത ഡയറക്ടർമാർ വളരെ കുറവാണ്. ഒരുപാട് പേര്. കൂടുതലും ശശികുമാർ സാറിൻ്റെ കൂടെ. അതെ, IV ശശിധരൻ. ഞാൻ കണ്ടു ശശികുമാർ സാറിനെ. ഇപ്പോൾ ശശികുമാർ സാറിൻ്റെ കൂടെ IV ശശിധരൻ്റെ കൂടെയാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. ബേബി സാറിൻ്റെ കൂടെ. ബേബി ഇല്ലല്ലോ. ശശിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. കരിമ്പിൻ പൂവക്കരെ, അതിരാത്രം, ഒരുപാട്. അങ്ങനെ തുടങ്ങി. ഇപ്പോൾ അതും ബീച്ചിലായിരുന്നില്ലേ? അതിരാത്രം. അതെ, കണ്ണൂർ ബീച്ചിലായിരുന്നു. ഇപ്പോൾ ഈ ശ്രദ്ധ വരെ വർക്ക് ചെയ്തു. ശരി. പിന്നെ അതേമാതിരി പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെയും ഒരുപാട് പേര്, ഒരുപാട് പ്രൊഡക്ഷൻ മാനേജേഴ്സ് അല്ലേ? ഇപ്പോഴും ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഇത് മടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് മടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ജോലി വേണ്ടേ? ഞാനും അങ്ങനെയാണ്. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും ജോലി വിട്ടിട്ട് പോകരുത്. നമ്മളെ സിനിമ വേണ്ട എന്ന് തോന്നുന്നു. അപ്പോഴല്ലാതെ നമ്മളായിട്ട് പോകാൻ പാടില്ല. അതെ, കറക്റ്റ്. അവർ നമ്മളെ വേണ്ടാന്ന് പറയണം. അത് പറയില്ല ആരെയും. ദുഷ്യന്തനൊക്കെ ഇത്രയും വർഷമായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ അല്ലേ? അതുകൊണ്ട് അത് ഒരിക്കലും ആരും വേണ്ടാന്നൊന്നും പറയില്ല. ഇനി നമ്മളായിട്ട് വേണ്ടാന്ന് വെച്ചാലേ ഉള്ളൂ അല്ലേ? എല്ലാവരുടെ നല്ല പെരുമാറ്റമല്ലേ? നമ്മളുടെ അടുത്ത് ആരും ദേഷ്യപ്പെടുവോ? അതുപോലെ തന്നെ ചേച്ചി എല്ലാവരുടെ നല്ല പെരുമാറ്റമാണ്. അതുകൊണ്ട് ചേച്ചി കാണുന്ന എല്ലാവരും ഒരു അമ്മ എന്നുള്ള രീതിയിൽ നല്ല അമ്മ തന്നെയല്ലോ. അതെ, 29 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും മാനേജർമാരെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെയും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് പ്രൊഡ്യൂസേഴ്സ്, പിന്നെ മാനേജർമാർ, ആർട്ടിസ്റ്റ് എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ നസീറേട്ടൻ, നസീർ സാർ മുതൽ ഇങ്ങോട്ട് പിന്നെ ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ ദില്ലി, അത് കഴിഞ്ഞിട്ടും വന്നു. അത് കഴിഞ്ഞിട്ടും വിഷ്ണു അവരൊക്കെ വന്നു. അവരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്.